+1 ഫിസിക്സിലെ ഫസ്റ്റ് ചാപ്റ്ററിലെ രണ്ടാമത്തെ ഭാഗത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. ഫണ്ടമെൻ്റൽ ഫോഴ്സസ് ഇൻ നേച്ചർ. There are 4 fundamental forces in nature: gravitational force, electromagnetic force, strong nuclear force and weak nuclear force. പ്രപഞ്ചത്തിൽ കാണപ്പെടുന്ന അടിസ്ഥാന ബലങ്ങൾ 4 എണ്ണമാണ്: ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ്, സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് ആൻഡ് വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്. ഇനി എന്താണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് നമുക്ക് നോക്കാം. ഇറ്റ് ഈസ് ദ ഫോഴ്സ് ഓഫ് മ്യൂച്വൽ അട്രാക്ഷൻ ബിറ്റ്വീൻ എനി ടു ഒബ്ജെക്ട്സ് ഇൻ ദ യൂണിവേഴ്സ് ബൈ വിർച്യൂ ഓഫ് ദെയർ മാസസ്. പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കൾക്കും ഇടയിൽ കാണപ്പെടുന്ന ഒരു ആകർഷണ ബലമാണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത്. ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓൾ ഒബ്ജെക്ട്സ് ഇൻ ദ യൂണിവേഴ്സ് അട്രാക്ട്സ് ഓൾ അതർ ഒബ്ജെക്ട്സ് വിത്ത് എ ഫോഴ്സ് which is directly proportional to the product of their masses and inversely proportional to the square of the distance between them. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഈ ഒരു അട്രാക്റ്റീവ് ഫോഴ്സാണ്. പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കൾക്കും ഇടയിൽ കാണപ്പെടുന്നു. വസ്തുക്കളുടെ മാസാണ് ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന് കാരണമായിരിക്കുന്നത്. ഇനി പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് ഒരു യൂണിവേഴ്സൽ ഫോഴ്സ് ആണെന്നാണ് പറഞ്ഞത്. പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കൾക്കും ഇടയിൽ ഇത് കാണപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇറ്റ്സ് എ യൂണിവേഴ്സൽ ഫോഴ്സ്. ഇനി ഇതൊരു അട്രാക്റ്റീവ് ഫോഴ്സ് ആണ്. പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളും തമ്മിൽ അട്രാക്റ്റ് ചെയ്യുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഈ ഫോഴ്സിൻ്റെ നേച്ചർ എന്ന് പറയുന്നത് ഒരു അട്രാക്റ്റീവ് നേച്ചർ ആയിരിക്കും. അതുപോലെ 4 ഫോഴ്സുകളിൽ വെച്ച് ഏറ്റവും വീക്കസ്റ്റ് ആയിട്ടുള്ള ഫോഴ്സും ഗ്രാവിറ്റേഷണൽ ഫോഴ്സാണ്. വിച്ച് ഈസ് ദ വീക്കസ്റ്റ് ഫോഴ്സ് ഇൻ നേച്ചർ. എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഈസ് ദ വീക്കസ്റ്റ് ഫോഴ്സ് ഇൻ നേച്ചർ? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. അതുപോലെ തന്നെ ഇതൊരു ലോങ് റേഞ്ച് ഫോഴ്സാണ്. വസ്തുക്കൾ തമ്മിലുള്ള അകലം ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന് പ്രശ്നമല്ല. ഭൂമിയിലുള്ള വസ്തുക്കൾക്കിടയിൽ കാണപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ സൂര്യനും ഭൂമിക്കുമിടയിൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കാണപ്പെടുന്നുണ്ട്. മറ്റ് ഗ്രഹങ്ങൾക്കിടയിൽ കാണപ്പെടുന്നുണ്ട്. അപ്പം വസ്തുക്കൾ തമ്മിലുള്ള ദൂരം ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന് ഒരു പ്രശ്നമല്ല. ഇത്രയും കാര്യങ്ങളാണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനെ കുറിച്ച് നമ്മൾ പറഞ്ഞത്. ഇനി എന്താണ് വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് നമുക്ക് നോക്കാം. വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് appears only in certain nuclear processes such as beta decay of nucleus. ന്യൂക്ലിയർ റിയാക്ഷൻ ഒക്കെ നടക്കുന്ന സമയത്ത്, പ്രത്യേകിച്ച് ന്യൂക്ലിയർ ഫ്യൂഷൻ ഒക്കെ നടക്കുന്ന സമയത്ത് നമുക്കറിയാം ന്യൂക്ലിയർ പ്രോസസ്സിൽ ആൽഫ, ബീറ്റ, ഗാമ റേസ് എമിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിലെ ബീറ്റ ഡീകെ നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ബീറ്റ കണങ്ങളൊക്കെ എമിറ്റ് ചെയ്യുന്ന സമയത്താണ് ഈ വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് കാണപ്പെടുന്നത്. ന്യൂക്ലിയസിൻ്റെ അകത്തുള്ള സബ് ആറ്റോമിക് പാർട്ടിക്കിൾസിൻ്റെ ഇടയിൽ കാണപ്പെടുന്ന ഒരു ഫോഴ്സാണ് വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് പറയുന്നത്. ഇനി എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രോപ്പർട്ടീസ് നമുക്ക് നോക്കാം. ഇറ്റ് ഈസ് നോട്ട് വീക്ക് ആസ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് പേര് കേൾക്കുമ്പോൾ നമുക്ക് തോന്നും ഇതാണ് ഏറ്റവും വീക്ക് ആയിട്ടുള്ള ഫോഴ്സ് എന്ന്. എന്നാൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സാണ് ഏറ്റവും വീക്ക് ആയിട്ടുള്ള ഫോഴ്സ്. അതിനേക്കാളും സ്ട്രെങ്ത് കൂടുതലാണ് വീക്ക് ന്യൂക്ലിയർ ഫോഴ്സിന്. ഇറ്റ് ഈസ് എ ഷോർട്ട് റേഞ്ച് ഫോഴ്സ്. പറഞ്ഞു, ന്യൂക്ലിയസിൻ്റെ ഇടയ്ക്കുള്ള പാർട്ടിക്കിൾസിലാണ് ഇത് കാണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അവയ്ക്കുടെ റേഞ്ച് എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. വസ്തുക്കൾ തമ്മിലുള്ള അകലം വളരെ കുറവാണ് വീക്ക് ന്യൂക്ലിയർ ഫോഴ്സിൽ. അപ്പോൾ ഷോർട്ട് റേഞ്ച് ഫോഴ്സാണ്. ഇനി ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സിനെ കുറിച്ച് നമുക്ക് നോക്കാം. ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ് ഈസ് ദ ഫോഴ്സ് ബിറ്റ്വീൻ ചാർജ് പാർട്ടിക്കിൾസ്. ചാർജുള്ള വസ്തുക്കൾക്കിടയിൽ കാണപ്പെടുന്ന ഒരു ഫോഴ്സാണ് ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ് എന്ന് പറയുന്നത്. ഫോഴ്സ് ബിറ്റ്വീൻ 2 ഇലക്ട്രിക് ചാർജസ് അറ്റ് റെസ്റ്റ് ഈസ് കോൾഡ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്. റെസ്റ്റിലുള്ള ചാർജുകൾക്കിടയിൽ അനുഭവപ്പെടുന്ന ഫോഴ്സ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്നും മൂവിങ് ചാർജുകൾക്കിടയിൽ അനുഭവപ്പെടുന്ന ഫോഴ്സ് മാഗ്നറ്റിക് ഫോഴ്സ് എന്നും അറിയപ്പെടുന്നു. അതുപോലെ തന്നെ മാഗ്നറ്റിക് പോളുകൾക്കിടയിൽ, നോർത്ത് പോളിനും സൗത്ത് പോളും, അതാണ് മാഗ്നറ്റിക് പോൾസ് എന്ന് പറയുന്നത്. മാഗ്നറ്റിക് പോളുകൾക്കിടയിൽ അനുഭവപ്പെടുന്ന ഫോഴ്സും മാഗ്നറ്റിക് ഫോഴ്സ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പം മൂവിങ് ചാർജസിൻ്റെ ഇടയിലും മാഗ്നറ്റിക് പോളുകൾക്കിടയിലും അനുഭവപ്പെടുന്ന ഫോഴ്സ് മാഗ്നറ്റിക് ഫോഴ്സ് എന്നാണ് അറിയപ്പെടുന്നത്. പ്രോപ്പർട്ടീസ്. ഇറ്റ് മേ ബി അട്രാക്റ്റീവ് ഓർ റിപ്പൾസീവ്. അട്രാക്റ്റീവ് ആവാം, റിപ്പൾസീവ് ആവാം. എപ്പോഴാണ് അട്രാക്റ്റീവ് ആവുന്നത്? ഓപ്പോസിറ്റ് ചാർജുകളാണെങ്കിൽ, ഒരു പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും ആണെങ്കിൽ ഫോഴ്സ് അട്രാക്റ്റീവ് ആയിരിക്കും. സെയിം ചാർജസ് ആണെങ്കിൽ, 2 പോസിറ്റീവ് ചാർജുകളോ 2 നെഗറ്റീവ് ചാർജുകളോ ആണെങ്കിൽ റിപ്പൾസീവ് ഫോഴ്സ് ആയിരിക്കും. അതുപോലെ ഓപ്പോസിറ്റ് പോളുകളാണെങ്കിൽ, നോർത്ത് പോളും സൗത്ത് പോളും ആണെങ്കിൽ അട്രാക്റ്റീവ് ആയിരിക്കും. സെയിം പോളുകൾ, നോർത്ത് പോളും തമ്മിലും സൗത്ത് പോളും തമ്മിലും ആണെങ്കിൽ റിപ്പൾസീവ് ഫോഴ്സ് ആയിരിക്കും. ലോങ് റേഞ്ച് ഫോഴ്സാണ്. നെക്സ്റ്റ്, സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്. ഇറ്റ് ഈസ് ദ ഫോഴ്സ് വിച്ച് ബൈൻഡ്സ് പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ് ഇൻ എ ന്യൂക്ലിയസ്. ഒരു ന്യൂക്ലിയസിൽ പ്രോട്ടോണുകളെയും ന്യൂട്രോണുകളെയും തമ്മിൽ ചേർത്ത് നിർത്തുന്ന ബലമാണ് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ഇതൊരു അട്രാക്റ്റീവ് ഫോഴ്സാണ്. ആകർഷിച്ച് നിർത്തുന്നു, ചേർത്ത് നിർത്തുന്നു. വിത്തൗട്ട് ദിസ് ഫോഴ്സ് ന്യൂക്ലിയസ് ഓഫ് ആൻ ആറ്റം വുഡ് ബി അൺസ്റ്റേബിൾ.
ഈ ഫോഴ്സ് ഇല്ലായിരുന്നെങ്കിൽ ആറ്റത്തിൻ്റെ ന്യൂക്ലിയസ് അൺസ്റ്റേബിൾ ആയതിനെ എന്ന് പറഞ്ഞാൽ പ്രോട്ടോണും ന്യൂട്രോണും തമ്മിൽ ചേർന്നിരിക്കാതെ വന്നതിന്. പ്രോപ്പർട്ടീസ് നോക്കാം. ഇറ്റ് ഈസ് എ ഷോർട്ട് റേഞ്ച് ഫോഴ്സ്. ന്യൂക്ലിയസിനുള്ളിലാണ് കാണപ്പെടുന്നത്, അതുകൊണ്ട് ഷോർട്ട് റേഞ്ച് ഫോഴ്സ് ആണ്. സ്ട്രോങ്ങസ്റ്റ് ഓഫ് ഓൾ ഫണ്ടമെൻ്റൽ ഫോഴ്സസ്. 4 ഫോഴ്സുകളിൽ വെച്ച് ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഫോഴ്സ് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് ആണ്. ബേസിക്കലി ഇറ്റ് ഈസ് ആൻ അട്രാക്റ്റീവ് ഫോഴ്സ് ആണ്. ഇനി ഫണ്ടമെൻ്റൽ ഫോഴ്സസുകളെ കുറിച്ച്, അവയുടെ സ്ട്രെങ്ത്, റേഞ്ച്, അത് ഏതൊക്കെ പാർട്ടിക്കിൾസിനിടെ കാണപ്പെടുന്നു ഈ ചാർട്ടിൻ്റെ അകത്ത് അതാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കാം. ഫസ്റ്റ് വൺ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. അതിൻ്റെ സ്ട്രെങ്ത് 10⁻⁻39 ആണ്. റേഞ്ച് ഇൻഫിനിറ്റ് ആണ്. നമ്മൾ പറഞ്ഞു ദൂരം ഒരു പ്രശ്നമല്ല, അതുകൊണ്ട് ഇൻഫിനിറ്റ് റേഞ്ച് ആണ്. ഓൾ ഒബ്ജക്ട്സ് ഇൻ ദ യൂണിവേഴ്സ്. പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കൾക്കുമിടയിൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കാണപ്പെടുന്നു. വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്. റേഞ്ച് റിലേറ്റീവ് സ്ട്രെങ്ത് 10⁻⁻13. റേഞ്ച് വെരി ഷോർട്ട് ആണ്. നമുക്ക് പറഞ്ഞു സബ് ന്യൂക്ലിയർ സൈസ് ആണെന്ന് പറഞ്ഞു. ഓർഡർ ഓഫ് 10⁻⁻16 മീറ്റർ. ഓപ്പറേറ്റ്സ് എമംഗ് elementary particles. Electromagnetic force. Strength 10⁻⁻2. Range infinite. Charged particles ഇടയിലും മാഗ്നറ്റിക് പാർട്ടിക്കിൾസിൻ്റെ ഇടയിലുമാണ് ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ് കാണപ്പെടുന്നത്. സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്. ഏറ്റവും സ്ട്രെങ്ത് കൂടിയ ഫോഴ്സാണ് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്. സ്ട്രെങ്ത് 1 ആണ്. റേഞ്ച് ഷോർട്ടാണ്. ന്യൂക്ലിയർ സൈസ് ഓർഡർ ഓഫ് 10⁻⁻15 മീറ്റർ. ഹെവിയർ എലമെൻ്ററി പാർട്ടിക്കിൾസിലാണ് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് കാണപ്പെടുന്നത്. ഇനി എക്സാമിന് വരുന്നൊരു ക്വസ്റ്റ്യനാണ്, അറേഞ്ച് ഫണ്ടമെൻ്റൽ ഫോഴ്സസ് ഇൻ ദ ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് ദെയർ സ്ട്രെങ്ത്. ഫണ്ടമെൻ്റൽ ഫോഴ്സുകളെ അവയുടെ സ്ട്രെങ്തിൻ്റെ ഇൻക്രീസിംഗ് ഓർഡറിലോ അല്ലെങ്കിൽ ഡിക്രീസിംഗ് ഓർഡറിലോ ഒക്കെ അറേഞ്ച് ചെയ്യാൻ പറഞ്ഞ് പരീക്ഷയ്ക്ക് ചോദിക്കാം. ഇവിടെ ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് സ്ട്രെങ്തിൻ്റെ ഇൻക്രീസിംഗ് ഓർഡറിലാണ് നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ സ്ട്രെങ്ത് ഏറ്റവും കുറവുള്ളത് ആദ്യം, അതിനുശേഷം അതിൽ കൂടിയത്, ഏറ്റവും സ്ട്രെങ്ത് കൂടിയത് ഏറ്റവും അവസാനം വരത്തക്ക രീതിയിലാണ് ഇൻക്രീസിംഗ് ഓർഡറിൽ നമ്മൾ അറേഞ്ച് ചെയ്യുന്നത്. നോക്കാം എങ്ങനെയാണെന്ന്. സ്ട്രെങ്ത് ഏറ്റവും കുറവ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനാണ്. അതിനേക്കാളും സ്ട്രെങ്ത് കൂടിയത് വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്, ദെൻ ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ് ആൻഡ് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്. ഇനി അവയുടെ സ്ട്രെങ്തുകൾ നമുക്ക് ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം. 10⁻⁻39 ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൻ്റെ സ്ട്രെങ്ത് 10⁻⁻39 ആണ്. ദെൻ വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് 10⁻⁻13, ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ് 10⁻⁻2 ആൻഡ് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് 1. ഈ ടോപ്പിക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.